സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സാക്ഷി ടിവിയുടെ ഇന്നത്തെ അഭിമുഖത്തിൽ അതിഥിയായി എത്തുന്നത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ CDS ശ്രീമതി ശാലിനി അവറുകളാണ്. നമസ്കാരം. നമസ്കാരം. മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഉറപ്പായി. കഴിഞ്ഞ ദിവസം മാം ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. ഈ പത്രസമ്മേളനത്തിൽ ചടയമംഗലത്ത് നാടിനെ മൊത്തം ദുഃഖത്തിലാഴ്ത്തിയ 2 മരണങ്ങൾ സംഭവിച്ചു. ഒരു നാട് മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ 2 മരണങ്ങളായിരുന്നു അത് രണ്ടും. അവിടെ വന്നെത്തിയ മാധ്യമങ്ങൾ ആ മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ദുഃഖങ്ങളെ വിറ്റ് ചാനലിൻ്റെ റീച്ച് കൂട്ടി അവസരങ്ങൾ മുതലാക്കുന്നു എന്ന് മാം പറയുകയുണ്ടായി. സാക്ഷി ടിവിയുടെ ഭാഗത്തു നിന്നും എന്താണ് സംഭവിച്ചത്? നമസ്കാരം. കഴിഞ്ഞ ദിവസം ചേട്ടനിപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യം പത്രസമ്മേളനം നടത്തി എന്നുള്ളത്, യഥാർത്ഥത്തിൽ അത് പത്രസമ്മേളനം എന്നുള്ള രീതി ആയിരുന്നില്ല. പകരം നമ്മുടെ CDSന്റെ ഭാഗത്ത് നിന്നുമുണ്ടായ ഒരു അനുശോചന യോഗമായിരുന്നു. ആ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ആ ഒരു മരണ വീട്ടിൽ ഉണ്ടായ സംഭവത്തിൽ ഉണ്ടായ വിമർശനത്തെ, അതായത് മീഡിയയുടെ ഒരു വിമർശനത്തെ എനിക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ ഒരു വഴിയായിട്ട് ഏറെ പരിചയമുള്ള ഒരു മീഡിയയുടെ ആൾ എന്നുള്ള രീതിയിലാണ് മുദ്ര TVയുടെ ഗോപൻ ചേട്ടനെ ഞാൻ വിളിച്ചത്. അത് എല്ലാ മീഡിയയും വിളിച്ചു കൂട്ടി ചെയ്തില്ല എന്നുള്ളത് എനിക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതായത് ആ പറഞ്ഞ റിപ്പോർട്ടിൽ നിരപരാധികളായിട്ടുള്ള കുറേയധികം ചാനലുകാർ എന്നെ പേഴ്സണലി ഫോൺ വിളിച്ച് എന്നോട് ഈ അഭിപ്രായം ചോദിച്ചു. എന്തുകൊണ്ടാണ് ചെയർപേഴ്സൺ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ മീഡിയയുടെ പേര് എടുത്തു പറയണമായിരുന്നു, അത് ഞങ്ങളെയും ബാധിച്ചില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി. സത്യമാണ് എന്നെനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊരു തുറന്ന അഭിമുഖത്തിന് തയ്യാറായിട്ടുള്ളത്. അതായത് സാക്ഷി TV റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ഞാൻ പൂർണ്ണമായും കണ്ടിരുന്നു. അതായത് ആ മരണത്തെ മാത്രം ഫോട്ടോ വെച്ചുകൊണ്ട് അതിൻ്റെ മാറ്റർ മാത്രം കൊടുത്തുകൊണ്ടാണ് സാക്ഷി ആ മരണ റിപ്പോർട്ട് വിട്ടിട്ടുള്ളത്. ഞാൻ അവിടെ സാക്ഷിയുടെ പേര് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ മറ്റു ചാനൽ എന്ന് പറഞ്ഞത് നമ്മുടെ സമൂഹത്തിലുള്ളവർ മറ്റു ചാനലുകൾ വീക്ഷിക്കുന്നവരാണ്. അതിൽ നിന്നും അവർ മനസ്സിലാക്കട്ടെ, ഒരു ചാനലിന്റെയും പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ് ഒരു ചാനലിന്റെയും പേര് പറയാത്തത്. സാക്ഷിക്ക് ആ ഒരു എൻ്റെ പരാതിയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പരിഭവത്തിൽ സാക്ഷിക്ക് യാതൊരുവിധ പങ്കും ഇല്ല എന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ചേട്ടനിവിടെ പറഞ്ഞു മീഡിയ ദുഃഖങ്ങളെ വിറ്റ് റീച്ച് കൂട്ടുന്നു എന്നുള്ളൊരു കേസ്. അതിൽ എനിക്ക് പറയാനുള്ളത്, മീഡിയ ദുഃഖങ്ങളെ വിൽക്കുക എന്നുള്ളതല്ല, അതായത് ദുഃഖങ്ങളെ കവർ ചെയ്യേണ്ട രീതിയിലാവണം കവർ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ നമ്മുടെ പൗരപ്രമുഖരൊക്കെ മരിച്ച സമയത്ത് അവരുടെയൊക്കെ വീടുകളിൽ എങ്ങനെയാണ് നിങ്ങൾ കവർ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അതൊരു പക്ഷേ ലോകം മൊത്തത്തിൽ അല്ലെങ്കിൽ കേരളം മൊത്തത്തിലൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച. നമുക്കവിടെ പോയി എത്തിപ്പെടാൻ പറ്റിയെന്നിരിക്കില്ല. അങ്ങനെ ഒരു അവസരത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരിക്കാം. പക്ഷെ നമ്മളിൽ ഒരാളുടെ വീട്ടിൽ അത്തരം ഒരു കാര്യം വരുമ്പോൾ അവിടെ വന്നു പോകുന്നവരെയൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാം, മീഡിയയ്ക്ക് കവർ ചെയ്യാൻ പ്രശ്നമില്ല. എന്നാൽ അതിലെ മറ്റുള്ളവരുടെ, അതായത് ആ മരണ വീട്ടിലെ വേദന അനുഭവിക്കുന്നവരുടെ ആ ഒരു മാനസികാവസ്ഥയെ ഒരിക്കലും മീഡിയ കവർ ചെയ്യരുത് എന്നാണ് എനിക്ക് തുറന്നു പറയാനുള്ളത്. അതുപോലെ തന്നെ രാവിലെ ഒരു പത്രപ്രവർത്തകൻ എന്നെ വിളിക്കുകയുണ്ടായി. പുള്ളിക്കാരനും ഇതേ രീതിയിൽ തന്നെ എന്നോട് ചോദിച്ചു, ഒരിക്കലും പത്രപ്രമുഖരെ അല്ലെങ്കിൽ പത്രാധിപരെ ഞാൻ ഈ ഒരു വാർത്തയുടെ ഭാഗമായി കൂട്ടിയിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ വാർത്തയിൽ ഉറപ്പായിട്ടും ഞാൻ പരാമർശിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ എടുത്ത റിപ്പോർട്ടർമാർ ആ വീഡിയോയിൽ ഉടനീളം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കാരണവശാലും പത്രമാധ്യമകരെ ഉൾക്കൊണ്ടിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ചുകൊണ്ടല്ല ആ ഒരു വാർത്ത പറഞ്ഞത്. പിന്നെ സാക്ഷി അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് അവരുടെ വിഷമം മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു തുറന്ന അഭിമുഖത്തിലൂടെ സാക്ഷിക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം.